1945 ലോകമെങ്ങും രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ തീവ്രതയിലായിരുന്നു. അഡോൾഫ് ഹിറ്റ്ലറിന്റെ മരണത്തോടെ ജർമ്മനിയും നിരുപാധികം കീഴടങ്ങി യൂറോപ്പിലെ യുദ്ധം അവസാനിച്ചു. എന്നാൽ തങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങണമെന്ന അമേരിക്കയുടെ അന്ത്യശാസനം ജപ്പാൻ എന്ന സൈനിക ശക്തിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. അതിന്റെ ഫലമായി ജപ്പാൻ സാക്ഷിയാകേണ്ടി വന്നത് കൊടും ഭീകരതയ്ക്കായിരുന്നു. ആഗസ്റ്റ് 6 രാവിലെ ജപ്പാനിലെ ഹിരോഷിമയ്ക്ക് മുകളിൽ വട്ടമിട്ട അമേരിക്കൻ വിമാനത്തിൽ നിന്ന് ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ബോംബ് പതിച്ചു. പിന്നെ കണ്ടത് ഒരു നഗരമൊന്നാകെ കത്തി അമരുന്നതാണ്. 10 കിലോമീറ്ററോളം ചുറ്റളവിൽ സ്ഫോടനത്തിന്റെ പ്രകമ്പനമുണ്ടായി. 3 ദിവസത്തോളം ഹിരോഷിമ കത്തി. 1.5 ലക്ഷം ജീവനുകളാണ് ലിറ്റിൽ ബോയ് കവർന്നെടുത്തത്. ലിറ്റിൽ ബോയ് ഉണ്ടാക്കിയ അണുവികിരണം തലമുറകളോളം ജപ്പാനെ പിന്തുടർന്നു. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യം ബാധിച്ചവരും രോഗികളുമായി തീർന്നു. കാലങ്ങൾ കടന്നുപോകുന്തോറും അതിജീവനം സാധ്യമാണെന്ന് ജപ്പാൻ തെളിയിച്ചു. എന്നാൽ 80 വർഷത്തിനിപ്പുറവും യുദ്ധഭീതി തുടരുകയാണ്. വീണ്ടും ഒരു ഹിരോഷിമ ദിനം കൂടി കടന്നുപോകുമ്പോൾ സംഘർഷങ്ങളും ആണവായുധങ്ങളും നിർത്തലാക്കി ലോകത്ത് സമാധാനം പുലരട്ടെയെന്ന് പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ ന്യൂസ്.